നമസ്കാരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റ് പരിധിയിലെ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർമാർക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജനറൽ സെക്രട്ടറി CS രാമചന്ദ്രനും സ്വീകരണം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി തദേവുസ് സ്വാഗതവും ട്രഷറർ TB അൻവർ നന്ദിയും പറഞ്ഞു. നമ്മളുടെ ഈ വടുതല പച്ചാളം SRM റോഡ് പ്രദേശത്തുള്ള ഏറ്റവും വലിയൊരു ജനകീയമായ വ്യാപാരി കൂട്ടായ്മയാണ് എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റ്. എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റ് വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലായാലും ജനപ്രതിനിധി തലത്തിലായാലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പലതരത്തിലും ഇടപെടുന്നത് കൊണ്ട് വ്യാപാരികളുടെ പല ആവശ്യങ്ങളും നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ട്. അതും അവർക്കൊരു സപ്പോർട്ടാണ്. നല്ല കച്ചവടം ഉണ്ടാകാനും അവരുടെ കച്ചവടവും ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധത്തിൽ അവരുടെ നൂലാമാലകൾ പരിഹരിക്കുന്നതിനൊക്കെ അത് ഗുണകരമായി തീർന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ആവശ്യങ്ങൾ ഇനിയും വരുന്നു എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഈ കൊച്ചി കോർപ്പറേഷൻ ഡിവിഷനിലേക്ക് ഈ ടൈമിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഡിവിഷൻ കൗൺസിലർമാർ, ഈ സിറ്റി നോർത്ത് യൂണിറ്റിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ ഡിവിഷൻ കൗൺസിലർമാരെയും ഇന്ന് ഒരുമിച്ച് വിളിച്ചുകൂട്ടി അവർക്കൊരു സ്വീകരണം നൽകുകയാണുണ്ടായത്. ആ കൂട്ടത്തിൽ എറണാകുളം കേരള വ്യാപാരി വ്യവസായ കൗൺസിൽ എറണാകുളം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ CS രാമചന്ദ്രനും നമ്മൾ സ്വീകരണം നൽകുകയുണ്ടായിരുന്നു. കൊച്ചിൻ കോർപ്പറേഷനിലെ 18, 19, 23, 24, 25 ഡിവിഷനിലെ കൗൺസിലർമാരെയാണ് നമ്മൾ ഇന്നിവിടെ ക്ഷണിച്ചു വരുത്തിയത്. അതിൽ ഡെപ്യൂട്ടി മേയറായ ദീപക് ജോയി, അദ്ദേഹം സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിച്ചില്ല. പിന്നീട് നമുക്ക് വന്നത് 25-ാം ഡിവിഷൻ കൗൺസിലർ ശ്രീ ഹെൻറി ഓസ്റ്റിൻ, 22-ാം ഡിവിഷൻ കൗൺസിലർ ശ്രീ ആൽബർട്ട് അമ്പലത്തിങ്കൽ, 23-ാം ഡിവിഷൻ കൗൺസിലർ ശ്രീ സിബി ജോൺ, 18-ാം ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ ജലജ S ആചാര്യ, 24-ാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ജിസ്മി ജെറാൾഡ് എന്നിവരാണ് ഇന്ന് നമ്മളിവിടെ ക്ഷണിച്ചു വരുത്തി സ്വീകരണം നൽകുകയും അവരുടെ വികസന കാഴ്ചപ്പാടുകളോട് നമ്മളോട് പങ്കുവെക്കുകയും നമ്മുടെ വ്യാപാര സംബന്ധമായ ആവശ്യങ്ങളും അതിനുണ്ടായ ബുദ്ധിമുട്ടുകളും അവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്തി പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക ഒരു വേദിയായിരുന്നു ഇന്നിവിടെ നടന്നിരുന്നത്. അത് ഏറ്റവും ഭാരപ്രദമായിരുന്നു. നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ യോഗാധ്യക്ഷനായിരുന്ന യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ നൌഷാദാണ്. മുഖ്യ അതിഥി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ CS രാമചന്ദ്രനായിരുന്നു. സ്വാഗതം പറഞ്ഞത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി തദേവുസ് KA, നന്ദി പറഞ്ഞത് യൂണിറ്റ് ട്രഷറർ ശ്രീ അൻവർ TB എന്നിവരാണ്. യോഗത്തിൽ പരസ്പര ചർച്ചകൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചധികം കാര്യങ്ങൾ ലൈസൻസ് സംബന്ധമായതും അതുകൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും കൗൺസിലർമാർ മനസ്സിലാക്കുകയും അതേസമയം തന്നെ അയ്യപ്പൻകാവ് പച്ചാളം ഭാഗത്ത് നേരിടുന്ന ട്രാഫിക് പരിഷ്കാരങ്ങളിൽ വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഇന്ന് അംഗങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ സാധിക്കാവുന്ന പരമാവധി കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് കൗൺസിലേഴ്സ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ കൗൺസിലേഴ്സും തന്നെ അംഗങ്ങളുടെ ഇൻട്രാക്ഷനിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വ്യാപാര സൗഹൃദമായ ഒരു കൂട്ടായ്മ രൂപീകരിക്കാമെന്നും അതത് ഡിവിഷനിൽ വരുന്ന വികസന സമിതിയിൽ വ്യാപാരികളെയും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കുമെന്ന് എല്ലാ കൗൺസിലർമാരും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ കേസ് മാറ്റത്തിൽ വരുമ്പോൾ ഒരുപാട് നൂലാമാലകൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നു. ചെറിയൊരു ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പി തെളിഞ്ഞില്ലെങ്കിൽ പോലും ആ അപേക്ഷ തിരസ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ട് എന്തായി, ഹെൽത്ത് HIമാര് അതിന്റെ കീഴിൽ അവളുടെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വന്നിട്ടോ മറ്റൊരു രീതിയിലുള്ള ഹരാസ്മെന്റ് ഞാൻ തുറന്നു പറയുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈനംദിനം നടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഒരു C ക്ലാസ് കടക്കാരന്റെ കാണാനിലേക്ക് ഒരു സർബത്ത് മാത്രം വിൽക്കുന്ന C ക്ലാസ് കടക്കാരനെ വെള്ളം ഒഴുകുന്നതിന് മുമ്പ് ഒരു ഇത് സൊപ്പറ്റ് കെട്ടണമല്ലോ, അത് കെട്ടിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹരാസ്മെന്റ് ചെയ്തിട്ട് അവസാനം അദ്ദേഹം കട പൂട്ടി പോകുന്ന ഒരു സാഹചര്യം വന്നു.
സ്വന്തം സ്ഥാപനം പൂട്ടിയിട്ട് 500 രൂപയ്ക്ക് വേറൊരു കടയിൽ പോയി ശമ്പളത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു അനുഭവം വരെ ഞങ്ങൾക്കുണ്ടായി. അവസാനം ഞങ്ങൾ അദ്ദേഹത്തിനെ പോയി കണ്ടു. രണ്ടാമത് കട തുറക്കാനുള്ള അവസരം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പിന്നെ കട തുറന്നു, യൂണിറ്റിന്റെ സഹായത്തോടു കൂടി. നമ്മള് ചെയ്തു വരുന്നത്, ഞങ്ങൾ പറഞ്ഞു വന്നത്, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥന്മാര് അവരുടെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ബലം, കരുത്ത് നൽകുന്നത്. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലായിടത്തും ഉണ്ടാകണം. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വർഗത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ നൗഷാദിക്ക് ഒരു കാര്യം പറഞ്ഞു, എന്തുവാ, ഈ നമ്മുടെ ലൈസൻസിങ് സമ്പ്രദായങ്ങളെല്ലാം മുമ്പൊരു ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ നേരിട്ട് നോക്കിയാലും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഓൺലൈനിലാണ് പരിപാടി. ഓൺലൈനിൽ ഇപ്പോൾ കെട്ടിടോടമ ടാക്സ് അടച്ച റെസീറ്റ് കിട്ടിയിട്ടില്ല വെച്ചാൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ കഴിയില്ല. അതിന് എതിരായിട്ട് നമ്മൾ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേരിലൊരു ഓർഡർ ഉണ്ട് ഹൈക്കോടതിയിൽ നിന്ന്. കെട്ടിടോടമയുടെ ലൈസൻസ് മറ്റേ ടാക്സ് അടച്ച റെസീറ്റ് ഇല്ലെങ്കിൽ പോലും ലൈസൻസ് പുതുക്കി കൊടുക്കണമെന്നൊരു ഓർഡർ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. പക്ഷേ ഈ ഓർഡർ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമുക്ക് ആ ഓർഡർ കിട്ടിയോണ്ട് ഒരു പ്രയോജനമില്ല. കാരണം വെച്ചാൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ വഴിയിലൂടെ മാത്രമാണ് ഇപ്പം ലൈസൻസിങ് സമ്പ്രദായങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനും കൗൺസിലിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവരണം. ഈ രീതിയിലുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും നമുക്ക് ലൈസൻസ് എടുത്തു കൊടുക്കാനുള്ള സംവിധാനം. വ്യാപാര സമൂഹത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. ഇത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അതിന്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ തമ്മിൽ കാണേണ്ട ഒരു ആവശ്യകത വരുന്നു. അത് ഈ കാണുക എന്ന് പറയുന്നത് ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയുന്നതല്ല, തെറ്റിദ്ധരിക്കണ്ട. അത് നിയമപരമായ രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നതുകൊണ്ടാണ്. നമുക്ക് ലൈസൻസ് പുതുക്കണം, കരമടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പൊ ഞങ്ങളുടെ കോർപ്പറേഷന്റെ വരുമാനത്തിന്റെ ഒരു വലിയ സ്രോതസ് തന്നെയാണ്, നേരായ മാർഗത്തിലുള്ള വരുമാന സ്രോതസ് തന്നെയാണ് വ്യാപാര വ്യവസായങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ഫീസുകളും നികുതിയും ഒക്കെ. ഇവിടെ പെട്ടിക്കടകൾ ഒട്ടേറെ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, ഒട്ടേറെ എല്ലാ വ്യാപാരികളും വാടക കെട്ടിടത്തിൽ ഭീമമായ വാടക കൊടുത്ത് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, ടാക്സിൽ അടച്ചു നടത്തി പോരുമ്പോൾ തൊട്ടു മുമ്പിൽ ഒരു 4 കുറ്റിയും ടർപ്പായും ഇട്ട് അത് സാധാരണക്കാരിൽ നടത്തുന്നത് ഇത് റാക്കറ്റ് തന്നെയാണ്. അവന് 1000 രൂപ 500 രൂപ ഡെയിലി വന്ന് മേടിച്ചുകൊണ്ട് പോയി. നമുക്കറിയാം സാധാരണക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഇത് നേടുന്നത് ഈ റാക്കറ്റാണ്. ഞാൻ കൗൺസിലർ കാലത്ത് എൻ്റെ ഡിവിഷനിൽ ഞാൻ ഒന്നും അനുവദിക്കാറില്ല. സാധാരണ ഇതിനകത്ത് റീംപ്രിന്റ് പോകാറുണ്ട് ഡിവിഷൻ നോക്കിയാൽ. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരുവിധ ഇതും ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ ലൈസൻസിന്റെ കാര്യങ്ങളെല്ലാം പറയണ്ടായി. HIമാരി അഴിമതി കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊച്ചിൻ കോർപ്പറേഷൻ വെച്ച് പൊറിപ്പിക്കുന്ന ഈ അവസരത്തിൽ ഉറപ്പിക്കുന്നു. ഒരു അഴിമതി ഒഴിവാക്കുക എന്നുള്ളത് ഏതൊരു ഭരണ സംവിധാനത്തിന്റെയും മാത്രം ഇച്ഛാശക്തി കൊണ്ട് നേടുന്നതല്ല. കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അഴിമതിക്ക് എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്തുവാൻ, മറ്റുള്ളവർക്ക് മുന്നേ എന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ നിൽക്കുന്ന ഒരു സമൂഹം കൂടി ഇതിനൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് വളരെ എന്താ പറയുക സത്യസന്ധമായി തന്നെ ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും എനിക്ക് തൊട്ടടുത്ത മുന്നിൽ നിൽക്കുന്ന ആളെ കവർ ചെയ്തുകൊണ്ട് എന്റെ കാര്യങ്ങൾ നേടുവാൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളിൽ ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് കാര്യം എന്റെ ലക്ഷ്യങ്ങൾ നേടുവാൻ വരുമ്പോഴാണ് അഴിമതിക്കുള്ള ഒരു വാതിൽ തുറക്കുന്നത്. വ്യാപാരി സമൂഹം വളരെ വ്യക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയും ശക്തമായി അഴിമതിക്കെതിരെ നിലകൊള്ളുവാനുള്ള തീരുമാനം നമ്മളുടെ നോർത്ത് യൂണിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ബിസിനസ്സുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. കാരണം എനിക്ക് ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. റിസ്ക് ആയിരുന്നുകൊണ്ട് ഞാൻ ഓർത്തു യോഗയും ട്യൂഷൻ സെന്ററും തുടങ്ങുന്നു. അപ്പം അങ്ങനെ ഞാനൊരു പൊതുപ്രവർത്തകയായി. അപ്പോൾ ബിസിനസ്സുമായിട്ടുള്ള എനിക്ക് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കട വാടക എടുക്കുന്ന ആൾക്കാർക്ക് പല നൂലാമാലകളും ഉണ്ടാവും. ലൈസൻസിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, ഹെൽത്തിൻ്റെ ഉള്ളതുണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം നിന്നിട്ട് എനിക്ക് പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് എനിക്ക് പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ വരുന്ന ഒരു മേഖലയാണ് വ്യാപാരി സമൂഹം. ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ അവർ ആകെ തളരും എൻ്റെ കടക്കാരെ. അപ്പോൾ എനിക്ക് അവരുടെ ഒപ്പം നിന്നിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റാറുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക,
ശ്വാസം ശ്രദ്ധിക്കുക, നല്ല ഒരു ജീവിത ശൈലി പിന്തുടരുക, അതാണ് വേണ്ടത്. പിന്നെ യുവാക്കൾക്കൊക്കെ ഇത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കുടുംബത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് താങ്ങുന്നതായിട്ട് തീരും. അപ്പോൾ അതും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് 3 കാരണങ്ങളാണ് കിട്ടിയത്. ഒന്ന്, ഞാൻ ഇത്രയും വ്യാപാരികളെ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുമിച്ച്. രണ്ടാമത്തത്, ഇത്തരം വ്യാപാരികൾ ഈ സംഘടനയിൽ ഈ നോർത്തിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുത്ത സന്തോഷം. പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാൽ ഞാനൊരു കമ്പനിയിൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ആയിട്ടാണ് 16 വർഷം വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഫീൽഡ് അതായിരുന്നു, ബിസിനസ് ആയിരുന്നു. കൂടാതെ നമ്മുടെ കൗൺസിലർമാരായ എൻട്രി ഓസ്റ്റിൻ, ജലജ ആചാര്യ, ആൽബർട്ട് അങ്കൽത്തിങ്കൽ, സ്മി ജെറാൾഡ്, സിബി, പിന്നെ ഏറ്റവും ആദരണീയനായ നമ്മുടെ മുഖ്യാതിഥിയായി ജനിക്കുന്നത് നമ്മുടെ രാമചന്ദ്രൻ ചേട്ടനാണ്. രാമചന്ദ്രൻ ചേട്ടനെ ആദ്യമേ പറയേണ്ടതായിരുന്നു, സോറി. അതുകൊണ്ട് രാമചന്ദ്രൻ ചേട്ടനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ക്ഷാന്തി കടകൾ അടച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ അംഗങ്ങളും നമ്മുടെ യൂത്ത് വിങ്ങിന്റെ അംഗങ്ങളുണ്ട്, വനിതാ വിങ്ങിന്റെ അംഗങ്ങളുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ വാക്കിക്കൊണ്ട്